ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈദ് ഷോപ്പിങ്ങിനാണ് കേട്ടോ പോകുന്നുള്ളത്. എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. നോമ്പായതുകൊണ്ട് തന്നെ കുഴങ്ങാതെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തണമായിരുന്നു നമ്മുടെ പ്ലാന്. നമ്മൾ ഫസ്റ്റ് തന്നെ മഞ്ചേരി ഫാമിലിയിലോട്ടാണ് പോയിട്ടുള്ളത്. ഫാമിലിയിൽ ഞാൻ ആകെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ, അതാണ് ഈ ഒരു ക്ലിപ്പ്. അവിടെ സോഫയിൽ നിന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ദെൻ നമ്മൾ ഫാമിലീൻ്റെ അപ്പുറത്തിനുള്ള ആ ഒരു ഫാൻസിയിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഫാൻസിയിൽ നിന്നിട്ട് എനിക്ക് കുറേ ഐറ്റംസ് ഒന്നും മേടിക്കാറില്ലായിരുന്നു, വളരെ കുറച്ച് ഐറ്റംസ് മേടിക്കാറില്ലായിരുന്നു. പിന്നെ ഇതെല്ലാതും ഞാൻ എൻ്റെ മിസ്സിന് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ സാധനങ്ങളല്ലാതെ നമ്മുടെ കാറിൽ വെച്ചു. എൻ്റെ ഉമ്മച്ചിക്ക് ചുരിദാർ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കടയും അതിൻ്റെ അപ്പുറത്തുള്ള കടയും അടിപൊളി കടയാണ്. പക്ഷേ നമുക്ക് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ കയറാൻ പറ്റില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പുറത്ത് തന്നെ അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ അതിൻ്റെ അടുത്തുള്ള ഈ ഒരു ഷോപ്പിലോട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ബ്രൈഡ്സ് എന്ന് എഴുതിയാലും അതിൽ ബ്രൈഡ്സിൻ്റെ അല്ലാത്ത തന്നെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിൽ അവിടുന്ന് എൻ്റെ ഉമ്മക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു. നേരെ ബിസ്മിയിലോട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നുള്ളത്. ഞാൻ ഇതിലൊക്കെ ഷോർട്ട് വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹെയർ കട്ടിൻ്റെയും കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും. അതൊന്നും കണ്ടില്ലെങ്കിൽ എത്തിയാലും അതൊക്കെ ഒന്ന് പോയി കണ്ടേക്ക്. പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മളെ ബിസ്മിൻ്റെ ഉള്ളിലോട്ട് കയറി. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാധനം മേടിക്കാനില്ലായിരുന്നു. ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അവിടുന്ന് എനിക്ക് പറ്റിയിട്ടുള്ള മിറുമിഷോനും പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ അതും കൂടെ അങ്ങോട്ട് മേടിച്ചു. പിന്നെ ഞാൻ ബിസ്മി എല്ലായിടും ഒന്ന് ചുറ്റിക്കറങ്ങി. അവിടെ പിന്നെ പെർഫ്യൂമിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല മേൽക്കന്നെ ഇഷ്ടപ്പെട്ടു. ദെൻ മുകളിലാണ് കുറേ ഡ്രസ്സസ് ഉള്ളത്. താഴെന്നാണ് ഞാൻ ആ ഷർട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ ആ ക്രാഫ്റ്റിൻ്റെ സെക്ഷനിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് വന്നു. എന്നിട്ട് പിന്നെ അവിടുന്ന് അതിന് ശേഷം ഞാൻ ഹെയർ കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഏജ്ലെസ്സിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. എൻ്റെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. 3 o'clock ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സ് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല. നിങ്ങളെൻ്റെ ഡ്രസ്സ് കാണാൻ വന്നവർ ചിലരുണ്ടാവും. ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം ഒന്ന് കാണിച്ചു തരാം. അത് ഇതിനന്ന് കാണുമ്പോഴേ ആ ഒരു പൊലിവ് അങ്ങോട്ട് കിട്ടുള്ളൂ. പിന്നെ വീട്ടിലെത്തി കുറേ നേരം കഴിഞ്ഞപ്പോൾ നോമ്പും തുറന്നു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടു സബ്സ്ക്രൈബ്.